സംസ്ഥാന സർക്കാർ നെൽകൃഷി വർഷം ആചരിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പിന്തുണയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. 150 കോടിയുടെ കാർഷിക സേനാ വികസന പദ്ധതി നൈപുണ്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സബ്സിഡിയും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ വിഹിതവും കുറയ്ക്കുന്നത് തുടർന്നാൽ കേരളത്തിന് തിരിച്ചടിയാകുമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. ഹോർട്ടികോർപ്പിനുള്ള 85% സബ്സിഡിയിൽ 40% സംസ്ഥാന വിഹിതമാക്കിയത് ഇപ്പോൾ തന്നെ പ്രശ്നമാണ്. സ്റ്റേറ്റ് വിഹിതം 15%, 10% ഉണ്ടായിരുന്ന പലതും 40%, 50%, 60% സ്റ്റേറ്റ് വിഹിതമാക്കി മാറ്റേണ്ട സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. അത് കേരളത്തിൻ്റെ കാർഷിക ബഡ്ജറ്റിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ കേന്ദ്ര പദ്ധതികൾ പലതും വരുന്നുകൊണ്ടിരിക്കുന്നത്. വരൾച്ചയ്ക്കുള്ള സഹായം, റബ്ബർ പാക്കേജ്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായുള്ള സ്ഥാപനങ്ങൾ എന്നിവയും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. റബ്ബറിനൊരു പ്രത്യേകമായ പാക്കേജ് വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. റബ്ബർ കൃഷിയുടെ കാര്യത്തിൽ വില ഇടിവ് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പാക്കേജ് കേരളത്തിന് വേണം എന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. കൃഷിയിൽ കേന്ദ്ര പിന്തുണ ലഭിച്ചാൽ കേരളത്തിന്റെ പുതിയ പദ്ധതികൾ കൂടുതൽ വിപുലപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് കേരളം. ശാലിനി ദാസ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.